ഏതായാലും സുദാമാവിൻ്റെ കയ്യിൽ നിന്ന് ആര് തട്ടിപ്പറിച്ചു? എന്തിനാ തട്ടിപ്പറിച്ചത്? ഭഗവാന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പത്നിയെങ്കിലും അനുഗ്രഹിക്കണം. മോശമാണ്. കാരണം പത്നിയുടെ പ്രേരണയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവിൽക്കിഴിയൊക്കെ തട്ടിയെടുത്ത് ഒരു പിടി വായിലിട്ടു. അത് കഴിച്ചപ്പോൾ തന്നെ ഭഗവാൻ പറയണം, ഓ എന്തൊരു രസമാണ് സുദാമാവേ, നന്വേതത് ഉപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമം വിശ്വം ഏതേ പൃഥുകതണ്ഡുലൻ ഇതി മുഷ്ടിം സഗജ്ജഗ്ദ്വാദിതീയം ജഗ്ദുമാദദേ താവൽ ശ്രീജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ടിനാം. ഒരു പിടി അവിലിട്ട് എടുത്ത് വായിലിട്ടപ്പോൾ പറയാം, എന്ത് ടേസ്റ്റാണ് എൻ്റെ സുദാമാവ്, ഓ അത്ര നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ പിടിക്ക് വേണ്ടി കൈയടിച്ചതും എന്താ ഉണ്ടായതെന്നറിയോ? ആരോ കൈ പിടിച്ചു. ആരാ കൈ പിടിക്കുക? പറയേണ്ട കാര്യമില്ലല്ലോ. ഭഗവാന് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നോ? സാധാരണ ഷുഗർ ഉണ്ടെങ്കിൽ ആ ഭാര്യ കൈ പിടിക്കുക ഭർത്താവിൻ്റെ. രണ്ടാമത്തെ കപ്പ് കൂടി അടിക്കുമ്പം പായസം. കാരണം അനുഭവിക്കേണ്ടത് ഭാര്യയാണേ. അപ്പോൾ ഇവിടെ എന്താ, ഭഗവാൻ രണ്ടാമത്തെ പിടി അവിൽ വായിലേക്കിടുന്ന സമയത്ത് ഈ രുക്മിണീ ദേവിക്ക് മനസ്സിലാവുകയാണ്, നോക്കൂ എന്തിനാ കൈ പിടിച്ചത്. സമ്പത്താ പാസ്സാക്കി കൊടുക്കണം. ഓരോ അവിൽ മണിയുടെ കൂടെ ചെക്കുകൾ പാസ്സാക്കി കൊടുക്കുക. ഒരുപാട് സമ്പത്ത് ട്രാൻസ്ഫർ ചെയ്തു. രണ്ടാമത്തെ പിടി അവിലിൽ ഭഗവാൻ തന്നെ മനസ്സിൽ നിശ്ചയിച്ചു, രുക്മിണീ ദേവി സുദാമാവിൻ്റെ അടുക്കളയ്ക്ക് പോ, രുക്മിണീ ദേവിയെ പോലെ അടുക്കളയ്ക്ക് പറഞ്ഞയക്കുക. അപ്പോഴാണ് രുക്മിണീ ദേവി പറഞ്ഞത്, എന്നെ പറഞ്ഞയക്കേണ്ട ഭഗവാനെ, ഒറ്റപ്പെടുത്തം മതിയെന്ന്. ഏതായാലും അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. സുദാമാവും കൃഷ്ണനും ഓരോരോ കഥകളൊക്കെ പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം സുദാമാവ് നേരത്തെ ഇറങ്ങി, ഒന്നും ചോദിച്ചില്ല, ഒന്നും സ്വീകരിച്ചില്ല. എന്നിട്ട് വഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ സമയത്ത് സുദാമാവ് പറയുന്നത് എന്താ അറിയോ? എന്നെപ്പോലൊരു ഭാഗ്യം ആർക്കുണ്ടാവും? ആ കൃഷ്ണനെ ആലിംഗനം ചെയ്യുക, കൃഷ്ണൻ എന്നെ സ്വീകരിക്കുക. ഹായ്, എന്തൊരു ഭാഗ്യവാനാണ്, എന്തൊരു സുഹൃതിയാണ്. എന്നിട്ട് പറയുക, കൃഷ്ണൻ്റെ കാരുണ്യം നോക്കൂ. ഇതി കാരുണികോ നൂനം ധനം മേ അപൂരിനാദതൽ അതനോയം ധനം പ്രാപ്യ ആദ്യന്നുച്ചൈ നമം സ്മരേ ഇതി കാരുണികോ നൂനം ധനം മേ അപൂരിനാദതൽ. എന്നോടുള്ളൊരു കാരുണ്യം നോക്കൂ. ധനം എനിക്ക് തന്നില്ല. കാരണം ധനം എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ ഭഗവാനെ മറക്കുമോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണ്ടേ? നമ്മൾ അമ്പലത്തിൽ പോയി വേണ്ടാത്തത് പ്രാർത്ഥിക്കാനാണോ പോകുന്നത്? ഭഗവാനെ സ്മരിക്കാനല്ലേ പോകേണ്ടത്? ആളുകൾ നോക്കൂ, എന്തൊക്കെ വേണ്ടാത്ത ചിന്തകൾ വെച്ചിട്ട് അമ്പലത്തിൽ പോകണേ. മാറ്റിയെടുക്കുമോ നിങ്ങൾ? ഏതായാലും സുദാമാവും നമ്മളും നമ്മളുടെ വ്യത്യാസത്താണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആ സുദാമാവ് വരുന്ന സമയത്ത് നമ്മൾ സുദാമാവിൻ്റെ ആ കൃഷ്ണൻ്റെ വീടിൻ്റെ പടിക്കിലൂടെ നമ്മൾ പോകുന്നുവെങ്കിൽ സുദാമാവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ അന്ന് ജീവിച്ചിരുന്നു എന്ന് വിചാരിക്കുക, സുദാമാവ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ സുദാമാവിനെ കാണുന്നു എന്ന് വിചാരിക്കുക. ഒക്കെ വിചാരിക്കാനേ പാടുള്ളൂ. പണ്ട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചതുപോലെ വിചാരിക്കാൻ പറഞ്ഞു. ഈ ഫയർഫോഴ്സിലേക്ക് സെലക്ട് ചെയ്യുകയാണ് കുട്ടികളെ. ഇപ്പോൾ ഒരു മലയാളി കുട്ടിയോട് ചോദിച്ചു, നിങ്ങളൊരു ബിൽഡിങ്ങിൽ ജോലി ചെയ്യണമെന്ന് വിചാരിക്കുക, ആ ബിൽഡിങ്ങിന് തീ പിടിച്ചു എന്ന് വിചാരിക്കുക. തീ പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ തീ പിടിച്ചില്ല എന്ന് വിചാരിക്കുന്ന. അവൻ്റെ ഉത്തരം അത്രയായിരുന്നു. അല്ല, ഇതൊക്കെ വിചാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ല എന്ന് വിചാരിക്കാമല്ലോ. ഇതുപോലെ നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് വിചാരിക്കുക, സുദാമാവ് അവിടെ നിന്ന് വരുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ സുദാമാവിനെ കാണുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളെന്താ ചോദിക്കുക? മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? എന്താ സുദാമാവേ അവിടുന്ന്? വെറുതെ അല്ല നമ്മൾ നേരെയാവാത്ത. ആ ബുദ്ധി നോക്കൂ നിങ്ങൾ. കിട്ടേണ്ട കാര്യം മാത്രമേ ചിന്ത ഉള്ളൂ. എപ്പോഴും എന്താ കിട്ടിയത് അതെന്നെ ചിന്തിച്ചിട്ട് വെറുതെ അല്ല പറഞ്ഞ ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു. എന്താ കിട്ടിയത്, എന്താ കൊടുത്തത്, എന്താ കിട്ടിയത്? ചിന്തിക്കൂ നിങ്ങൾ. സുദാമാവ് പറയുന്നത് കാരുണ്യം കൊണ്ട് എനിക്കൊന്നും തന്നില്ല. ആ ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. നമ്മളൊക്കെ ദുഃഖത്തിലല്ലേ പോവുക. അങ്ങനെ സുദാമാവ് അവിടെ നിന്ന് നടന്നു പോയി.
സ്വന്തം വീട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ പറയുന്നത് വഴിയൊക്കെ മാറി എന്നാണ്. എന്നുവെച്ചാൽ പഴയ വഴിയൊക്കെ പോയി, ഇപ്പം നല്ല നാഷണൽ ഹൈവേ വഴിയൊക്കെ വന്നു. കാരണം റോഡൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്, വീടൊന്നും കാണുന്നില്ല. അവിടെ വലിയ കൊട്ടാരം. സുധാമാവിന് മനസ്സിലായി ഇതല്ല എൻ്റെ വഴി, പോയി, എൻ്റെ കുടിലൊക്കെ ഇപ്പോൾ എവിടെ പോയിന്ന്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി, ബ്രഹ്മൻ എന്നൊരു വിളി. ആ വിളി കേട്ട സമയത്ത് സുധാമാവിന് മനസ്സിലായി ഇതെൻ്റെ ഭാര്യയുടെ സുശീലയുടെ ശബ്ദമാണല്ലോ. തിരിഞ്ഞു നോക്കിയപ്പോഴോ ആകെ ഞെട്ടിപ്പോയി. സുശീലയെ കണ്ടാൽ തിരിച്ചറിയില്ല. പണ്ടൊരു സ്കെൽറ്റനായിരുന്നു, ഇപ്പം നല്ല ഹോർലിക്സ് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. കഴുത്തിലൊക്കെ ഒരുപാട് മാലകൾ, ലക്ഷ്മി മാല, പൂത്താലി, ഈത്താലി എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണമയം. എന്നാണെങ്കിൽ സ്വർണത്തിൻ്റെ വിലയൊക്കെ നോക്കും നിങ്ങൾ. സുധാമാവിന് വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത് എൻ്റെ ഭാര്യ തന്നെയോ, എന്ത് പറ്റി ഇവൾക്ക് എന്ന്. വല്ല അലർജി വന്നിട്ട് വണ്ണം വെച്ചതാണോ എന്ന്. അങ്ങനെയൊക്കെയല്ലേ ചാൻസ് ഉള്ളൂ. ഏതായാലും സുധാമാവ് പറഞ്ഞു വരൂ. അപ്പോഴേക്കും താലപ്പൊലി എടുക്കാൻ പെൺകുട്ടികൾ കൂടെ കൊണ്ടുപോയി സുധാമാവിനെ സ്വർണ്ണ സിംഹാസനത്തിലിരുത്തി. സുധാമാവ് വിചാരിച്ചത് എവിടുന്നാ ഈ ഐശ്വര്യങ്ങളൊക്കെ. ഭാര്യ പറയാം ഇന്നലെ കിടന്നുറങ്ങിയതേ ഓർമ്മയുള്ളൂ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ തോഴിമാർ ചോദിക്കണോ ചുടുവെള്ളം വേണോ, കുഴമ്പ് വേണോ. വേറൊരു തോഴി വന്ന് ചോദിക്കണോ കാപ്പി എടുക്കണോ, ചായ എടുക്കണോ എന്ന്. ഇവിടെ വെള്ളം തന്നെ എടുക്കാനില്ലാത്ത വീടാണ്. വേറൊരു തോഴി ചോദിക്കണോ ഇഡ്ഡലി വേണോ, ദോശ വേണോ, എന്താ വേണ്ടതെന്ന്. ഫ്രിഡ്ജിൽ എന്ത് വേണമെങ്കിലും ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ സമ്പദ് സമൃദ്ധിയുടെ ആ ഉന്നതിയിലെത്തിക്കഴിഞ്ഞ ഒന്നിനും ഒരു കുറവില്ല. സുധാമാവ് ആ സമ്പദ് സമൃദ്ധി കണ്ട് ഭാഗ്യം, രക്ഷപ്പെട്ടു, നല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് നമ്മൾ ഓർത്ത് വയ്ക്കണേ. സുധാമാവിൻ്റെ അവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഭഗവാനെ എന്നോട് ഇത്തിരി കാരുണ്യം കാണിക്കൂ. എന്താ വേണ്ടത്? തസ്യൈവമേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന കൃതാലേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ തസ്യൈവമേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ മേ സൗഹൃദം സഖ്യം ജന്മനി ജന്മനി സ്യാൽ. ഏത് ജന്മങ്ങൾ കിട്ടിയാലും അത് ദരിദ്രൻ്റെ ആവട്ടെ സമ്പന്നതൻ്റെ ആവട്ടെ, എനിക്ക് വേണ്ടത് എൻ്റെ മനസ്സുണ്ടല്ലോ സഖ്യം. ആരോട് മാത്രം? ഭഗവാൻ സ്മരണത്തിൽ മാത്രം എൻ്റെ മനസ്സ് നിന്നാൽ മതി. ഇപ്പം ഭൗതികമായ സുഖങ്ങളിലല്ല മനസ്സ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള ദുഃഖങ്ങളിലല്ല മനസ്സ് നിൽക്കേണ്ടത്. മനസ്സ് നിൽക്കേണ്ടത് ഭഗവാനോടുള്ള സഖ്യം, ഭഗവാനോടുള്ള ദാസ്യം. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന് പറഞ്ഞാൽ എന്നെ നിലനിർത്തുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സ് ഞാൻ അർപ്പിക്കേണ്ടത് ഭഗവാനിലാണ്. ഭഗവത് ചിന്തനം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി കാണുന്ന ജീവിതം. അതിനെന്ത് വേണം? മഹാനുഭാവേന ഗുണാലേന, നല്ല ആളുകളുമായിട്ടുള്ള സഖ്യം വേണം. അതായത് സത്സംഗത്തിനൊരു ഭാഗ്യം വേണം. എവിടെയൊക്കെ സത്സംഗം ഉണ്ടോ അതൊക്കെ കേൾക്കാനൊരു സുഹൃതം ഉണ്ടാവണം. ഇപ്രകാരം എന്നെ അനുഗ്രഹിക്കൂ ഭഗവാനെ. അവസാനം ഈ മനസ്സ് അങ്ങയിൽ ചെന്ന് പുരുഷപ്രസംഗ, പുരുഷനിൽ ചെന്ന് പ്രസംഗ പ്രകർഷേണ സംഘമുണ്ടാവട്ടെ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവായ ഭഗവാനിൽ ചെന്ന്, സംഘം എന്ന് പറഞ്ഞാൽ ചേർച്ച, പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായൊരു ചേർച്ച. പ്രകർഷേണ സംഘം ഇതി പ്രകർഷ എന്നൊക്കെയാണ് സുധാമാവിൻ്റെ വാക്കുകൾ. പുരുഷപ്രസംഗം. അങ്ങനെ എൻ്റെ ജീവിതം സഫലമാവട്ടെ എന്ന് പറഞ്ഞ് ആ സമ്പത്തിലേക്കൊന്നും മനസ്സ് പോകാൻ അനുവദിക്കാതെ, പണ്ട് ദരിദ്രനായിരിക്കുന്ന സമയത്ത് മനസ്സ് എവിടെയായിരുന്നു, അതേപോലെ സമ്പന്നതയിലും മനസ്സ് എവിടെ നിന്നു? അപ്പോൾ സുധാമാവിൻ്റെ മനസ്സ് ദാരിദ്ര്യമുള്ളപ്പോഴും സമ്പന്നമായിരുന്നു, സമ്പത്തുള്ളപ്പോഴും സമ്പന്നമായിരുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ സമ്പത്തിന് സാധിച്ചില്ല. ഇന്ന് നമ്മൾ ഈ കഥ വായിക്കുമ്പോണ്ടല്ലോ, ഇന്നത്തെ ലോകത്തിനുള്ള ഒരു വലിയ സന്ദേശം സുധാമാവ് നൽകുന്നത്, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്പത്ത്
സ്വന്തം മനസ്സെന്ന് മറക്കരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ സുഖമിരിക്കുന്നത് സമ്പത്തിലല്ല, നിങ്ങളുടെ മനോഭാവത്തിലാണെന്ന് മറക്കരുത്. എന്തിനേയും നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശക്തിയുള്ളവരാണെങ്കിൽ സുഖവും ദുഃഖവും നിങ്ങൾക്ക് മാനസികമായി സന്തോഷമുള്ളതായിത്തീരും. ദുഃഖത്തിലും ഒരു സന്തോഷം. അതെന്താ ദുഃഖത്തിലും സന്തോഷം? അതും ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ പ്രസാദം. പിന്നെ ഞാൻ ആരോട് പരാതി പറയും? അപ്പം ആ മനോഭാവത്തിലാണ് സുഖമെന്നും സമ്പത്ത് മനസ്സാണെന്നും ഈ മനസ്സിൻ്റെ ഉടമസ്ഥൻ ഭഗവാനാണെന്നും ഈ മനസ്സിനെ ഞാൻ അർപ്പിക്കേണ്ടത് ഭഗവാനിലാണെന്നും പൂർണ്ണ ബോധ്യം വന്നൊരു മഹാനായിരുന്നു ആര്? സുദാമാവ്. അദ്ദേഹത്തിൻ്റെ 4 പിടി അവിലുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവുമാണെന്ന് മറക്കരുത്. അതിനെയാണ് ഭഗവാൻ തട്ടിപ്പറിക്കുന്നത്, അതിനെയാണ് ഭഗവാൻ അപഹരിക്കുന്നത്. അത് ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടാൽ ജീവിതം സമ്പന്നമായി സുദാമാവാൻ നമുക്ക് പറ്റും. നിങ്ങൾ വിചാരിക്കേണ്ട ഈ കഥ ഒരു കഴിഞ്ഞുപോയൊരു കഥയാണെന്ന്. നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടാൻ സാധിച്ചാൽ നമ്മളും ജീവിതത്തിൽ മാനസികമായി സമ്പത്തും സമൃദ്ധിയും ഉള്ളവരായിത്തീരും എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കഥയാണ് ഏത്? സുദാമ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധി വേണ്ടേ? വേണോ വേണ്ടയോ? മനസ്സിൽ സമൃദ്ധി വന്നാൽ ബാക്കിയൊക്കെ സമൃദ്ധിയാണ്. എല്ലാ വിഭവവും ഉണ്ട്, പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരാളുടെ സമൃദ്ധി ആലോചിച്ചൊക്കെ എന്തുണ്ട്? ഷുഗർ കഴിച്ചാൽ പ്രശ്നം, ഉപ്പുള്ളത് കഴിച്ചാൽ BP കൂടും, മറ്റേതാണെങ്കിൽ ഷുഗർ കൂടും, എരിവുള്ളത് കഴിച്ചാൽ അപ്പോൾ പൈൽസ് ഡിസ്റ്റർബ്ഡ് ആവും. ഉണ്ടോ ചിലർക്കൊക്കെ എങ്ങനെ? പിന്നെ ഏതാ പയളെ കഴിക്കുക? ഉപ്പുള്ളതും കഴിക്കാൻ പറ്റില്ല, എരിവുള്ളതും കഴിക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ജീവിതമുള്ളത് അവർക്ക് മനസ്സിലായില്ലേ? ഇതാണ് ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതം ധന്യമാവണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? നമ്മുടെ മനോഭാവത്തെ നമ്മൾ മാറ്റിയെടുക്കണം. ഇങ്ങനെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സുദാമാവ് നമുക്ക് വലിയൊരു സന്ദേശം തരികയാണ്. ഇതാണ് സുദാമാവിൻ്റെ കഥ. ഭാഗവതത്തിലെ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ വളരെ താത്വികമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന, എല്ലാം ചിന്തിപ്പിക്കുന്നതാണ്, എന്നാൽ കുറേയും കൂടി താത്വികമായിട്ടുള്ള ചർച്ചകളാണ്. അതിലൊരു കഥയാണ് സമന്ത പഞ്ചകതീർത്ഥ കഥ. ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഭാരതത്തിലെങ്ങും അനുഭവപ്പെട്ട ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകാവാസികളായ തൻ്റെ കുട്ടികളോടും മറ്റും പറഞ്ഞു, നമുക്ക് സമന്ത തീർത്ഥം, അതായത് ഇന്ന് ഗുജറാത്തിൽ സോമനാഥ ക്ഷേത്രത്തിനടുത്തുള്ളൊരു സ്ഥലമാണ് ഏത്? സമന്ത തീർത്ഥം. അവിടുത്തെ ഒരു പ്രത്യേക സ്ഥലം, അവിടെ ഒരു ത്രിവേണി സംഗമമുണ്ട്. പണ്ട് കാലത്തൊക്കെ ഈ നല്ല കാര്യങ്ങളൊക്കെ നദീതീരത്താണ് ചെയ്യാം. ഗംഗയുടെ തീരത്ത്, യമുനയുടെ തീരത്ത്, നമ്മൾ ഇവിടെ തന്നെയില്ലേ പമ്പ, ഈ നദികളൊക്കെ വളരെ മനുഷ്യൻ്റെ മാലിന്യങ്ങൾ കളയാൻ കഴിവുള്ളവരാണ്. അതൊരു പ്രതീകാത്മകമാണ്. കാരണം നദികൾ എപ്രകാരമാണോ സാഗരത്തിലേക്ക് പോകുന്നത്, അതുപോലെ നമ്മുടെ മനസ്സും ആരിലേക്ക് പോകണം? അതാണ് അതിൻ്റെ പ്രതീകാത്മകത. ഗംഗേവൗക മുധന്നതി എന്നൊക്കെ കുന്തി സ്തുതി പറയുന്നുണ്ട്. ഏതായാലും അവിടെ ആ തീർത്ഥസ്ഥലത്ത് വെച്ച് അവരിങ്ങനെ സത്സംഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നടന്നൊരു കാര്യം. അപ്പോഴാണ് ഭഗവാൻ ഗോപികമാരെ കാണുന്നത്. ഞാൻ പറഞ്ഞു, കുറേ കാലത്ത് 14 വയസ്സിൽ ഭഗവാൻ വൃന്ദാവനം വിട്ടതിന് ശേഷം പിന്നെ ഈ സമന്ത തീർത്ഥത്തിൽ വെച്ചിട്ടാണ് ഗോപികളെ കാണുന്നത്. അതായത് നമ്മളൊരാളെ, ഒരു സ്കൂൾ ജീവിതത്തിലുണ്ടായ ഒരു ഫ്രണ്ടിനെ ഒരു 70 വയസ്സ് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ആ സമയത്ത് ഗോപികൾ കൃഷ്ണനോട്, നമ്മളൊക്കെ ആണെങ്കിൽ പരാതികളൊക്കെ പറയില്ലേ? ഇപ്പം നിങ്ങളുടെ മകൻ ജോലിക്ക് പോയി ഗൾഫിൽ 1 കൊല്ലം കഴിഞ്ഞോ, 2 കൊല്ലം കഴിഞ്ഞോ, 3 കൊല്ലം കഴിഞ്ഞോ, 4 കൊല്ലം കഴിഞ്ഞോ, 5 കൊല്ലം കഴിഞ്ഞോ, അവൻ തിരിച്ചു വരുന്നില്ല. അവൻ വന്നാൽ ആദ്യം പരാതിയായിരിക്കും പറയാം. 4 മിട, നിനക്ക് മനസ്സുണ്ടായല്ലോ വരാതിരിക്കാൻ, നീ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തില്ലേ, നീ എന്താ ഫോൺ ചെയ്യാതെ? ഈ ഗോപികമാരുണ്ടല്ലോ കൃഷ്ണനെ കാണുമ്പോൾ ചോദിക്കുന്നത് ഒരു പരാതികളും പറയാനില്ല. പറയുന്നത് എന്താണെന്നറിയോ? ആകുശ്ചതേ നളിനനാഭപതാരമിന്ദം യോഗേശ്വരേ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിത്തോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സി ഉദിയൽ സദന്ന. ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഉദിക്കണം, ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഓർമ്മയിലുണ്ടാവണം ഭഗവാൻ.
ആരുണ്ടാവണം? ഭഗവാനുണ്ടാവണം. അത്രയും ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ ഓർക്കാൻ ഞങ്ങളുടെ മനസ്സിന് സാധിക്കരുത്. കാരണം ഞങ്ങൾക്കറിയാം, ദുഃഖങ്ങളെ ഓർക്കുമ്പോൾ സംസാരകൂപപതിതം, ഈ സംസാരത്തിലേക്ക് വീഴുകയുള്ളൂ. ഞങ്ങൾ അവലംബനമായിരിക്കുന്ന ഭഗവാനെ ഓർക്കാൻ ഞങ്ങൾക്ക് വിവേകം തരൂ, ബുദ്ധി തരൂ ഭഗവാനെ എന്നാണ്. ഇതാണ് ഗോപികൾക്ക് കൃഷ്ണനോട് അവസാനം പറയാനുള്ളത്. അതിനുശേഷം ഭഗവാനെ കാണാൻ മഹാത്മാക്കൾ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവരോട് ഭഗവാൻ പറയുന്നുണ്ട്, ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ജീവിതം ശരീരത്തിൻ്റെ സുഖം, കുടുംബസുഖം, കുറേ സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, ഈ സുഖം ഇതാണ് വലുത് എന്ന് കരുതി അതിലിങ്ങനെ മനസ്സുറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ശക്തി, ഇതാണ് എൻ്റെ സുഖം എന്ന്. അവരറിയുന്നില്ല കാലമാകുന്ന ശക്തി അതവരുടെ ഈ ചതില് തൂണിന് പിടിക്കുന്ന പോലെയാണത്. പാവം തൂണറിയുന്നില്ല, അടിയിൽ മുഴുവൻ ചിതലരിച്ചുകൊണ്ടിങ്ങനെ അതിൻ്റെ ശക്തി കുറയ്ക്കുകയാണ്. ഇതുപോലെ കാലമാകുന്ന ശക്തി, നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി, കുടുംബ ബന്ധങ്ങളുടെ ശക്തി, സമ്പത്തിൻ്റെ ശക്തിയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുക. പെട്രോളിൻ്റെ വില കൂടുകയല്ലേ ചെയ്യുന്നത്? കുറയണില്ല. പെട്രോളിൻ്റെ വില കൂടുന്തോറും മനസ്സിൻ്റെ പെട്രോൾ കൂടി വരും. വില കൂടിയതിൻ്റെ സാധനങ്ങളുടെയൊക്കെ വില താഴോട്ടല്ലല്ലോ, മുകളിലേക്കാണ്. ഈ ബഡ്ജറ്റ് വരുമ്പോണ്ടല്ലോ കാണാം, നമുക്ക് പേപ്പറിൽ ബഡ്ജറ്റിൻ്റെ കുറിച്ച് അച്ഛൻ പേപ്പർ വായിക്കുക. എൻ്റെ ഈശ്വര, ഈ തള്ളയും മക്കളെ എങ്ങനെയാണ് തീറ്റിപ്പോറ്റുക എന്നറിയില്ല. പഞ്ചസാരയുടെ വില കൂടി, അരിയുടെ വില കൂടി, സാമ്പാറിൻ്റെ വില കൂടി, പരിപ്പിൻ്റെ വില കൂടി, അതിൻ്റെ വില കൂടി. ഈ മക്കൾക്കും തള്ളയ്ക്കും ഒരു ബോധമുണ്ടോ ഇങ്ങനെ വില കൂടി വരുന്നത്? കണ്ടില്ലേ ചെലവഴിക്കണതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലറാൻ തുടങ്ങി പേപ്പർ എടുത്തിട്ട്. അപ്പം മകൻ പറഞ്ഞു, ഇങ്ങനെ അലറൊന്നും വേണ്ട, എല്ലാം ഒന്നും കൂടുന്നില്ല, ചിലതൊക്കെ കുറയുന്നുണ്ട് എന്ന്. അപ്പം ചോദിച്ചു, എന്താടാ കുറയണത് എന്ന്. എൻ്റെ പ്രോഗ്രസ് കാർഡിലെ മാർക്ക് എന്ന്. അങ്ങോർക്കല്ലെങ്കിൽ ഇനി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, വേറെ വല്ലതും വേണോ? അതും കൂടി കേട്ടാൽ മതി, ഹാർട്ടുള്ളതും കൂടി പോയി കിട്ടും. അപ്പോൾ ഇതിനൊന്നും ഒരു അവസാനമില്ല, എല്ലാം കൂടി വരിക. അപ്പോൾ നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം എന്താണ് നമ്മുടെ ശക്തി എന്ന്. ഭഗവാൻ ഇവിടെ മഹർഷിവര്യന്മാരോട് പറയുകയാണ്, ആളുകളുണ്ടല്ലോ അവർ യസ്യാത്മബുദ്ധി ഗുണഭേത്രിതാതുകേ സ്വദിത്കളത്ര അതിശുഭൗമൈജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ ജനേഷഭിജ്ഞേഷു സ ഏവ ഘോകര. ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വയ്ക്കണം, മനസ്സിലാക്കി വെച്ചാൽ. ശ്രീമദ് ഭാഗവതത്തിൽ 84-ാം അധ്യായത്തിൽ ദശമസ്കന്ധത്തിൽ 13-ാമത്തെ ശ്ലോകമാണത്. യസ്യ ആത്മബുദ്ധി ഗുണഭേത്രിതാതുകേ സ്വദിക്കളത്ര അതിശുഭൗമൈജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ. തീർത്ഥ നോക്കൂ, ഭഗവാൻ പറയുന്നത് ഈ കുണഭം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. ആളുകളുടെ ബുദ്ധി ഇരിക്കുന്നത് ശരീരത്തിലാണ്. ഇതാണെങ്കിലോ കുണഭം എന്ന് പറഞ്ഞാൽ ശവമായി തീരാൻ പോകുന്നത്. ത്രിധാതുകെ, ആയുർവേദ പ്രകാരം ഇത് 3 ധാതുക്കളാൽ നിർമ്മിച്ചതാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വാദം, പിത്തം, കഫം. അങ്ങനെ നിർമ്മിച്ച ഈ ശരീരം, അതുപോലെ ഭാര്യ, മക്കള്, ഇതൊക്കെയാണ് സ്വദിക്കളത്രാദിഷു ഭൗമ, ഭൂമി, അതായത് സമ്പത്ത്. ഇതിനൊക്കെ വേണ്ടി അവർ തീർത്ഥബുദ്ധി, ക്ഷേത്രങ്ങളിലൊക്കെ പോവും. എന്നാൽ എവിടേക്ക് പോകുന്നില്ല? ജനേഷഭിജ്ഞേഷു. ഈ ഭാഗവതം ഒക്കെ പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ബുദ്ധിയില്ലെങ്കിൽ അവരൊക്കെ ഗോകരം എന്ന് പറഞ്ഞാൽ കഴുതകളാണ്. അപ്പോൾ വെറുതെ അമ്പലത്തിൽ പോയി തൊഴുന്നവരെയൊക്കെ ഭഗവാൻ വിളിക്കുന്നത് കേട്ടില്ലല്ലോ. ഇതൊക്കെ പഠിക്കാതെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ ഭഗവാൻ നമ്മളെ വിളിക്കുക കഴുതകൾ എന്നാണ്. നിങ്ങളൊക്കെ കഴുതകളാവില്ല കേട്ടോ. ഭഗവാൻ നിങ്ങളെയൊക്കെ നോക്കൂ, ഓ സപ്താഹത്തിന് പോയിട്ട് ഒരു കഴുതയല്ലാത്ത ഒരാൾ വരുന്നുണ്ട് എന്ന്. കഴുതകൾക്ക് പോലും ബുദ്ധിയുണ്ട്. ഒരു കഴുതയുടെ മകള് കഴുതയോട് ചോദിക്കുക, എന്താ അമ്മേ നമ്മളും മനുഷ്യരും തമ്മിൽ വ്യത്യാസം? കഴുതക്കുട്ടി കഴുതയുടെ അമ്മയോട് ചോദിക്കുക. അപ്പം ഇതുപോലൊരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, നമ്മളും മനുഷ്യരും. അപ്പോൾ കഴുതയുടെ അമ്മ പറയുകയാണ്, ഒരൊറ്റ വ്യത്യാസമുള്ളൂ മോളെ എന്ന്. എന്താ പറഞ്ഞാൽ അറിയോ? നമുക്കൊരിക്കലും കഴുതയാവാൻ പറ്റില്ല. ആർക്കും മനസ്സിലായില്ല? നമുക്കൊരിക്കലും കഴുതയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ
കഴുതയാവാൻ പറ്റുന്നത്. ഒരു കഴുതയെപ്പോലെ ജീവിക്കുകയാണ് മനുഷ്യൻ. ഇത് തന്നെയാണ് പൂന്താനം എടുത്ത് പറയുന്നത്. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന കർത്തവ്യം. ഇതാണ് നമ്മളൊക്കെ. ഒരമ്പലത്തിൽ പോയി കെഞ്ചിക്കേണ് പ്രാർത്ഥിക്കുമ്പോൾ അറിയുന്നില്ല, ഈ ബുദ്ധിയാകുന്ന ശക്തി, ഭഗവാൻ തന്ന ശക്തി കൊണ്ട് എൻ്റെ മനസ്സിനെ ഉയർത്താൻ എനിക്ക് സാധിക്കും. അതിനുള്ള കഴിവും ശക്തിയും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഉപയോഗിച്ചാൽ മതി. സ്വന്തം ശക്തി ഉപയോഗിക്കാതെ യാചിക്കുന്ന യാചകന്മാരെ കഴുതാന്നല്ലാതെ എന്താ വിളിക്കുക? ആണോ? ഇതൊക്കെ ഒന്ന് കേൾക്കൂ നിങ്ങൾ, ഇതൊക്കെ പഠിക്കൂ നിങ്ങൾ. ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാണ്ടല്ലോ ആരുടെ മുന്നിലും നമ്മൾ കെഞ്ചിക്കേഴുകയല്ല ചെയ്യുക. നമ്മുടെ ഉള്ള സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാനസികമായി ഉയരാൻ ശ്രമിക്കും. ഭഗവാൻ അതാ പറയുന്നത്, നഹി കശ്ചിക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ചേർക്കും. ഒരു നിമിഷം പോലും മനസ്സിനെ വെറുതെ ഇരിക്കാൻ അനുവദിക്കരുത്. അതിനെ വെറുതെ ഇരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നമ്മളെ മടിയന്മാരാക്കും, അല്ലെങ്കിൽ അത് നമ്മളെ അസ്വസ്ഥരാക്കും. ചില ആളുകൾ അങ്ങനെയാണ് മടിയന്മാരായി പോകുന്നത്. അവരങ്ങനെ റിട്ടയർമെൻ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ നോക്കുന്നു, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ശാപമാണ് ഈ റിട്ടയർമെൻറ്റ്. ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ റിട്ടയർമെൻ്റ് ഇല്ല. മരിക്കുന്നത് വരെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. അതുകൊണ്ട് പല പ്രൊഫസർമാരും പണ്ഡിതന്മാരൊക്കെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ നഴ്സറി ടീച്ചേഴ്സ് ആവാൻ പോകും. ഈ അമേരിക്കയിലൊക്കെ കാണാൻ പറ്റിയത്. അവർക്ക് ഫ്രീഡം ഉണ്ട്, എപ്പോൾ എന്ത് പഠിക്കാം, യൂണിവേഴ്സിറ്റിയിൽ എന്ത് പഠിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതൊരു നല്ല കാര്യം. അതാണ്. അതുകൊണ്ടുണ്ടല്ലോ ആളുകളൊക്കെ മെൻ്റലി ഒക്യുപ്പൈഡാണ്. നമ്മുടെ നാട്ടിൽ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ വീട്ടിലൊരൊറ്റ പ്രതിഷ്ഠയാണ്.